നമ്മൾ ഇന്ന് പഠിക്കുന്നത് യൂസ്ഡ് ടു ഹാവ് എന്ന് പറയുന്ന ഒരു ഫ്രേസാണ്. യൂസ്ഡ് ടു ഹാവിൻ്റെ അർത്ഥം പറയുന്നത് ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ്. അതായത് ഉണ്ടായിരുന്നു, മുൻപ് ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. ഓക്കെ, അതായത് ഞാൻ പറയില്ല എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇപ്പം ഉണ്ടോ, ഇപ്പം ഇല്ല, മുൻപ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ യൂസ്ഡ് ടു ഹാവ് പറയുന്നത്. ഓക്കെ, സോ മൊഡ്യൂൾ 32 ആണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി 31 മൊഡ്യൂൾസ് നിങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നോക്കാം. അപ്പോൾ കുറച്ച് എക്സാമ്പിളുകളാണ് പറയുന്നത്. ഐ യൂസ്ഡ് ടു ഹാവ്, അതായത് എനിക്ക് യൂസ്ഡ് ടു ഹാവ് ഉണ്ടായിരുന്നു. ഐ യൂസ് ടു ഹാവ് എനിക്കുണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? മെനി ഫ്രണ്ട്സ്. ഐ യൂസ് ടു ഹാവ് മെനി ഫ്രണ്ട്സ്, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ഹാവ് മെനി ഫ്രണ്ട്സ്. ഓക്കെ, ഐ യൂസ്ഡ് ടു ഹാവ് എൻ ഐഡിയ, എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഐ യൂസ് ടു ഹാവ് എൻ ഐഡിയ, എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ, ദേ യൂസ്ഡ് ടു ഹാവ് എ കാർ, അവർക്ക് ഒരു കാർ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പം ഉണ്ടോ, ഇപ്പം ഇല്ല, മുൻപ് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കാനായിട്ടാണ് നമ്മൾ യൂസ്ഡ് ടു ഹാവ് യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹാഡിൻ്റെ സെയിം മീനിങ് തന്നെയാണ്. ഐ യൂസ് ടു ഹാവ് എ കാർ വിച്ച് മീൻസ് ഐ ഹാഡ് എ കാർ. ഒന്നുകിൽ നമുക്ക് എന്ത് പറയാം, ഐ ഹാഡ് എ കാർ എന്ന് പറയാം. അപ്പോൾ അതിന് പകരം പറയുന്നതാണ് യൂസ്ഡ് ടു ഹാവ് എന്നുള്ളത്. ഓക്കെ, അനദർ എക്സാമ്പിൾ, ദേ യൂസ് ടു ഹാവ് എ പ്രോബ്ലം, അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ദേ യൂസ്ഡ് ടു ഹാവ് എ പ്രോബ്ലം, അല്ലെങ്കിൽ ഹി യൂസ്ഡ് ടു ഹാവ് എ പ്രോബ്ലം, ഷീ യൂസ്ഡ് ടു ഹാവ് എ പ്രോബ്ലം, ഐ യൂസ് ടു ഹാവ് എ പ്രോബ്ലം. ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും, ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, എവരിബഡി, ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അർത്ഥം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഹി യൂസ്ഡ് ടു ഹാവ് എ ലാർജ് ഹൗസ്, അവന് ഒരു വലിയ ഒരു വീടുണ്ടായിരുന്നു. ഹി യൂസ്ഡ് ടു ഹാവ് എ ലാർജ് ഹൗസ്. വി യൂസ് ടു ഹാവ് എ കമ്പ്യൂട്ടർ, ഞങ്ങൾക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. വി യൂസ്ഡ് ടു ഹാവ് എ കമ്പ്യൂട്ടർ. ഷീ യൂസ് ടു ഹാവ് എ ഡയറി, അവൾക്ക് ഒരു ഡയറി ഉണ്ടായിരുന്നു. ഷീ യൂസ്ഡ് ടു ഹാവ് എ ഡയറി. ഇറ്റ് യൂസ് ടു ഹാവ് എ ടോപ്പ്, അതായത് ഇതിനിപ്പോൾ ടോപ്പ് ഉണ്ടോ, ഇതിൻ്റെ മേലെ ഈ ഒരു പാനയ്ക്ക് എന്തില്ല, ഇപ്പോൾ ടോപ്പില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇറ്റ് യൂസ്ഡ് ടു ഹാവ് എ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാനയ്ക്ക് മുൻപ് ടോപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ, ഇപ്പോൾ ഇല്ല. ഓക്കെ, ഞാൻ പറയണം ഐ യൂസ് ടു ഹാവ് എ ജോബ് വിച്ച് മീൻസ് ഐ ഹാഡ് എ ജോബ്, എനിക്ക് എന്തുണ്ടായിരുന്നു, ഒരു ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ, ഇപ്പോൾ ഇല്ല എന്നുള്ളൊരു അർത്ഥം കൂടിയാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ. എവരിബഡി യൂസ് ടു ഹാവ് എ പ്ലാൻ, എല്ലാവർക്കും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. എവരിബഡി യൂസ് ടു ഹാവ് എ പ്ലാൻ മീൻസ് എല്ലാവർക്കും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. എവരിബഡി ഹാഡ് എ പ്ലാൻ എന്നുള്ള സെയിം അർത്ഥം തന്നെയാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ. യൂസ്ഡ് ടു ഹാവിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ടോ, ഇപ്പോൾ ഇല്ല, മുൻപ് ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ യൂസ്ഡ് ടു ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. നമ്മൾ പറഞ്ഞത് യൂസ്ഡ് ടു ഡു പറഞ്ഞു, യൂസ്ഡ് ടു ബി പറഞ്ഞു, യൂസ്ഡ് ടു ഹാവ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ യൂസ്ഡ് ടു ഡു പറഞ്ഞാൽ ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോഴുണ്ടോ, ഇപ്പോൾ ഇല്ല, മുൻപ് ചെയ്യാറുണ്ടായിരുന്നു. യൂസ്ഡ് ടു ബി ആയിരുന്നു, ഇപ്പോഴാണോ, ഇപ്പോഴല്ല, മുൻപായിരുന്നു. യൂസ്ഡ് ടു ഹാവ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ, ഇപ്പോൾ ഇല്ല, മുൻപ് ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ. ഐ യൂസ്ഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടായിരുന്നു. ഐ യൂസ് ടു ബി എ ഫ്ലുവൻറ്റ് സ്പീക്കർ, ഞാനൊരു ഫ്ലുവൻ്റ് ആയിട്ടുള്ള സ്പീക്കറായിരുന്നു. ഐ യൂസ് ടു ഹാവ് മെനി പ്രോബ്ലംസ്, എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ. ഓക്കെ, സോ യൂസ്ഡ് ടു ഹാവിൻ്റെ ഐഡിയ കിട്ടിയെന്നിരിക്കുന്നു. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 33 ആണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്, നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, അതും കൂടി ഒന്ന് റെഫർ ചെയ്തിട്ട് ബാക്കിയുള്ള ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.